ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വേണ്ടവിധം ഉൾക്കൊള്ളാതിരുന്ന സമൂഹത്തിനു നടുവിൽ പൊതുവിദ്യാഭ്യാസത്തിനായി MSM കലാലയങ്ങൾ സ്ഥാപിച്ച് വിജയിപ്പിച്ച PK കുഞ്ഞുസാഹിബ് സാധിച്ച സാമൂഹിക വിപ്ലവം അസാധാരണമാണെന്ന് സംസ്ഥാന വിവരാവകാശ മുൻ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൾ ഹക്കീം പറഞ്ഞു. MSM സ്കൂൾ ആനിവേഴ്സറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഹക്കീം. ഒരു മേഖലയിൽ ഒരു പ്രദേശത്ത് സ്കൂൾ തുടങ്ങണമെങ്കിൽ കുറച്ചു പേർ ഒത്തുകൂടിയിരിക്കുന്നു, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നു, സൊസൈറ്റി ഉണ്ടാക്കുന്നു. അവര് രാഷ്ട്രീയവും ഭരണപരവുമായ സൗകര്യം പാത്തുനിന്ന് സന്ദർഭം കിട്ടുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തൊരു സ്കൂൾ സ്ഥാപിക്കുന്നു. അത് എയ്ഡഡ് ആവട്ടെ അൺഎയ്ഡഡ് ആവട്ടെ, തങ്ങൾക്ക് ലഭിക്കാവുന്ന ലാഭക്കച്ചവടങ്ങളുടെ അക്കപ്പെരുക്കങ്ങളെ നോക്കി വിദ്യാഭ്യാസം വ്യാപാരമാക്കി നടത്തുന്ന ആധുനിക കാലഘട്ടത്തെ എൻ്റെ ഈ മാതൃവിദ്യാലയത്തിന്റെ ആരംഭകാലവുമായി തുലനം ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മുടെ ഈ സ്കൂളിന്റെ വലിയ സേവനം നമുക്ക് മനസ്സിലാവുന്നത്. കായംകുളം നഗരത്തിന്റെ ഉത്തരമേഖലയിൽ പ്രകടമാകുന്ന സാംസ്കാരിക മുന്നേറ്റത്തിന് സമൂഹം MSM സ്ഥാപനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഈ സാമൂഹിക മാറ്റത്തിന് ചാലകശക്തിയായത് ഇവിടുത്തെ പൂർവ്വ അധ്യാപകരായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മതജാതി ചിന്തയില്ലാതെ അധ്യാപകരെയും ജീവനക്കാരെയും നിയമിക്കുന്ന മാനേജ്മെന്റ് സങ്കുചിത മതസ്പർദ്ധ പ്രചരിപ്പിക്കുന്ന മതമേലാളന്മാർക്ക് മാതൃകയാണെന്നും ഹക്കീം കൂട്ടിച്ചേർത്തു. ഹെഡ് മിസ്ട്രസ് സുൽഫത്ത് ഐ സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് സിയാദ് മണ്ണാമുറി അധ്യക്ഷത വഹിച്ചു. MSM ട്രസ്റ്റ് മാനേജർ PA ഹിലാൽ ബാബു ആദരവ് നൽകി. വാർഡ് കൗൺസിലർ സച്ന ഷഹീർ, മുനിസിപ്പൽ കൗൺസിലർ ഷഹ്ബാനത്ത് കുഞ്ഞുമോൻ, മുനിസിപ്പൽ കൗൺസിലർ അസീം നാസർ, MSM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിദ്ദിഖ്, MSM LPS സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷാരിദാസ്, PTA വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ ഇല്ലിക്കുളം, MSM HSS അലുമിനി പ്രസിഡന്റ് NK മുജീബ്, മുൻ PTA പ്രസിഡന്റ് സുധീർ ഫർസാന, അധ്യാപകൻ അബ്ദുൾ മജീദ്, MBTA അംഗം നിസ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഈ വർഷം റിട്ടയറാകുന്ന അധ്യാപകൻ K. അബ്ദുൾ മജീദിന് ആദരവ് നൽകി. കായംകുളം ഉപജില്ലാ കലോത്സവ ശാസ്ത്ര കായിക മേളകളിൽ മികവ് പുലർത്തിയ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു. സ്റ്റാഫ് സെക്രട്ടറി മോനി AR കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് 2-മാൻ ഷോ അവതരണം നടന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം.